ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങാക്കൊത്ത്, ചുമന്നുള്ളി, ഒരു വെളുത്തുള്ളി അല്ലി, ഇഞ്ചി, പിന്നെ വാളംപുളി, ഒരു പച്ചമുളകും, പിന്നെ വറ്റൽമുളക് കേട്ടോ. വറ്റൽമുളക്, പച്ചമുളകും ഞാൻ എണ്ണയ്ക്കകത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് തേങ്ങാക്കൊത്താണ് ഇടേണ്ടത്. തേങ്ങാക്കൊത്ത് നൈസാക്കി അരിഞ്ഞതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയേ. നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ അടുപ്പിൽ ചുട്ടെടുത്ത് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ കേരളത്തിലല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അടുപ്പൊന്നുമില്ല, വിറക് കത്തിക്കുന്ന അടുപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്ന് ചൂടായിട്ടുണ്ട്, വെറുതെ ഒന്ന് ചൂടായാൽ മതി. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി. ഇതിനകത്ത് വെളുത്തുള്ളി ഒരു അല്ലി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ചുമന്നുള്ളി വലിയ ചുമന്നുള്ളി ആയതുകൊണ്ട് നടുവേ പിളർന്നിട്ടിട്ടുണ്ട്, വേഗം വാടിയൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ചമ്മന്തി കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിലേക്ക് പോയപ്പോൾ, UP പോയപ്പോൾ ആ യാത്രയിൽ ഈ ചമ്മന്തി കൊണ്ടുപോയിട്ട് 3 ദിവസത്തേക്ക് എനിക്കത് ഉപയോഗിക്കാൻ പറ്റി കേട്ടോ. യാത്രയിലൊക്കെ 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എവിടെ നമ്മളൊരു ടൂർ പോവുകയാണെങ്കിലും കേരളത്തിലൊക്കെ കേട്ടോ, ഈ ഒരു ചമ്മന്തി സ്പെഷ്യലാണ് കേട്ടോ. മറ്റേത് ചമ്മന്തി നമ്മൾ എടുത്താലും അതൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ചീത്തയാകുമല്ലോ. ഇത് എണ്ണയിൽ വാട്ടുന്നത് കൊണ്ടാണ്. അതും ഓക്കെയായി. ആവശ്യത്തിന് നമ്മൾ അതിൽ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടു, വാളംപുളി ഇട്ടിട്ടുണ്ട്. ഇത്ര ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അരച്ചെടുക്കുന്ന വിധമായിരിക്കും. ഞാൻ അരച്ചെടുക്കുമ്പോഴത്തേനും എന്തിനാ, തേങ്ങയും മുളകുണ്ടല്ലോ, മുളക് എരിവ് കുറച്ച് മതി. അതുകൊണ്ടാണ് കേട്ടോ മുളക് കുറച്ച് 2-3 എടുത്തിട്ടുള്ളൂ. ആ മുളക് നമ്മുടെ വറ്റൽമുളകും തേങ്ങയും കൂടി ആദ്യം മിക്സിക്കകത്തിട്ട് അരയ്ക്കും. അരഞ്ഞതിന് ശേഷം മാത്രം ചുമന്നുള്ളിയൊക്കെ ഇടുള്ളൂ. അല്ലെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ ചമ്മന്തി. കണ്ടോ, എനിക്ക് ഇന്നത് കഴിക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ അധികം അത് ചൂടാക്കി എടുത്തില്ല കേട്ടോ. ഇന്ന് തന്നെ എടുത്ത് തീർക്കാനുള്ളതാണ്. നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണമെങ്കിലും 2-3 ദിവസമൊക്കെ വെക്കണമെങ്കിലും നന്നായി അത് തേങ്ങ ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ.